ഹലോ ഫ്രണ്ട്സ്, ഞാനും രഘുമാണിക്കും ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ രഘുമാണിക്കും യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഒക്കെ ചേലക്കര ബസ് സ്റ്റാൻഡിൽ ഓരോ ബസ്സൊക്കെ എങ്ങോട്ടാണ് വിളിച്ച് പറയാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇക്കപ്പോൾ പണി കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മൾ പോകുന്നത്. പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാത്രി ആകുമ്പോഴേക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും വേഗം തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. നമ്മൾ പോണ സ്ഥലം വാർത്തയിലും ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ആനച്ചലി കെട്ടി നിൽക്കുകയാണ്. ഇതിനൊക്കെ കുറേ ബസ് പോകുന്ന സ്ഥലമാണ്. വണ്ടിക്ക് പോകുന്ന സ്ഥലം. ക്യാമറമാനുണ്ട്. അപ്പം നമ്മൾ പകുതി സ്ഥലം കെട്ടി നമ്മളങ്ങനെ മെയിൻ റോഡിലേക്ക് എത്തിക്കണു. ഇതിനൊക്കെ സ്കൂളിൽ കുറേ കുട്ടികളും ഒക്കെ വരുന്ന സമയമാണ്. പണി മാറ്റിയിട്ടൊക്കെ റഹ്മാനിക്കൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. അപ്പോൾ എല്ലാവരും കയറി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ആലിനെയും സപ്പോർട്ട് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ വട്ടം കാണുന്ന ടവറിൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ ഇടക്കുണ്ടി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം. നമ്മളെ മറ്റേ ടെമ്പിൾ സ്റ്റോറീസിലൊക്കെ എപ്പോഴും ഞാൻ ഇടാറില്ല അമ്പലമാണ് ഈ അമ്പലം. അതേപോലെ തന്നെ ഇന്ന് വാർഡ് മെമ്പറിൻ്റെ നേതൃത്വത്തിൽ ഈ അമ്പലത്തിൻ്റെ സൈഡിലെല്ലാ മൊണ്ടയിലും കൊണ്ട് വെത്തിണ്ട്. കുറച്ച് ബാക്കിലാണ് അത് നമ്മൾ കടന്നു വന്നു. ഈ കുളം ഇന്നേ വരെ വട്ടിയിട്ടൊരു ചരിത്രം നമുക്കില്ല. അതേപോലെ തന്നെയാണ് നമ്മളെ ചിര വട്ടിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ വട്ടിയിട്ടില്ല. ഈ കുളത്തിൻ്റെ പേരാണ് വലിയ കുളം. ഈ കുളത്തിൻ്റെ പേര് വലിയ കുളം എന്നാണ് എൻ്റെ പണ്ട് കാലം തൊട്ടേ പറയുന്നത്. ഇതിൻ്റെ കൃത്യം നടുവിൽ തന്നെ ഒരു കിണറുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഇതിന് അങ്ങോട്ട് ആരും അങ്ങനെ ഇറങ്ങാറൊന്നുമില്ല. പിന്നെ അത്രയും നീന്തൽ അറിയുന്ന ആൾക്കാർ മാത്രമേ എടുക്കാറുള്ളൂ. നമ്മളപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ നാടിൻ്റെ വലിയൊരു സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കൃഷിയൊക്കെയാണ്. ഇതാണോ, എവിടെ നോക്കിയാലും പാടം ഒക്കെ. കാണുന്നു നമ്മുടെ അമ്പലം. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ കണ്ടത്തിൻ്റെ നടുവിൽ തന്നെ ഒരു വറുമ്പിലുണ്ട്. ഒന്നല്ല രണ്ടെണ്ണം. ഇതിനൊക്കെയാണ് നമുക്ക് കുടിവെള്ളം കിട്ടുന്നത്. അതേപോലെ ചെറിയ കണ്ടമൊക്കെ നനയ്ക്കാം. ഒരു കിണറുണ്ട്. കിണറല്ല, ഒരു കുണ്ട്. അങ്ങനെ ഞാൻ പുറത്തേക്ക് തിരിഞ്ഞാലോ. മറ്റേ സിനിമയിൽ ഇരിക്കുന്നില്ലേ അതേപോലെ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാറയ്ക്ക് പോയി ഇങ്ങനെ നല്ലത്. ആ ശരി.
നമ്മളിപ്പോൾ അങ്ങനെ വഴിയൊക്കെ ചോദിച്ച് വരുന്നുണ്ട്, അല്ല ചോദിച്ച് പോകുന്നുണ്ട്. അപ്പോൾ എന്താ നമ്മൾ പോകുന്ന വഴി. പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ നമുക്ക് വേഗം തന്നെ ഒരു സെൽഫി സ്റ്റിക്കൊക്കെ വാങ്ങാം. അതുപോലെ നമ്മുടെ സ്റ്റിക്ക് എടുക്കില്ലല്ലോടാ, നമ്മുടെ സ്റ്റിക്ക് എടുക്കായിരുന്നു. ഞാൻ ഹെൽമെറ്റ് ഇല്ലാണ്ട് ഓടിക്കണം, ഹെൽമെറ്റ് ഇല്ലാണ്ടേ ഓടിക്കണം എടുക്കണ്ട. വേണ്ട ഇതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റഹ്മാനിക്ക ഇക്കൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്തായിരുന്നു? അപ്പോൾ ഇവിടെ അങ്ങനെ ഞാനും അച്ഛനും കൂടിയിട്ട് ഞങ്ങളുടെ അവിടെയുള്ള ചേക്കോട്ടുപാറ കാണാൻ പോവാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഉള്ള പ്രാദേശിക ചാനലിലും ഒക്കെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ചേക്കോട്ടുപാറയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ നല്ല നല്ല വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയാണിത്, നാച്ചുറലായിട്ടുള്ള സ്ഥലം കൂടിയാണ്. കഴിഞ്ഞോ? നിങ്ങളെ കാണാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഫ്രണ്ട്സ്, പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ കമൻ്റ് ഇടുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും ലൈക്ക് അടിച്ചുകൊണ്ടും നമുക്കൊന്നും കിട്ടില്ലാണ്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഒന്നും കിട്ടും. പക്ഷെ അത് യൂട്യൂബിന് വല്ല വാച്ചോ ക്ലോക്കോ അങ്ങനെയൊക്കെ വല്ലതും ആവും. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വയ്ക്കുക, അപ്പം നമുക്ക് അറിയാൻ പറ്റും ഇത്രയും ആൾക്കാർ നമ്മളെ ഒപ്പം നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്കറിയാം. അതുപോലെ ലൈക്ക് അടിക്കുമ്പോൾ നമുക്കറിയാം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. കമൻ്റ് ഇടുമ്പോൾ നമുക്കറിയാം നമ്മളെ വീഡിയോ നല്ലോണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫ്രണ്ട്സ്, ഇത് നോക്കൂ, ഈ പാറേൻ്റെ അടിയിലൊരു പൊട്ടുണ്ടോ? ഇവിടെ ഒരു പട്ടി ഇത്ര നേരം കിടക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ പോയി. ഞങ്ങളെല്ലാം പോണു. അപ്പോൾ റഹ്മാനിക്ക നേരത്തെ പറഞ്ഞ പോലെ ഈ പാറേൻ്റെ പേര് ചേക്കുട്ടിപ്പാറ. നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ ഏരിയ എന്ന് പറയുന്നതൊക്കെ നമുക്ക് ഫുള്ളും നമ്മുടെ ഒരു ഏരിയേൻ്റെ ഫുള്ളും ഈ ഒരു പാറയാണ്, ഫുള്ളും പാറയാണ്. എവിടെ നോക്കിയാലും പാറയാണ്. അപ്പോൾ നമ്മൾ ബാക്കി കാഴ്ചക്ക് പോന്നു. പിന്നെ എനിക്ക് എൻ്റെ മുഖം കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്യാമറമാനൊന്നും ഇപ്പം എനിക്ക് സെറ്റായിട്ടില്ല. ആയുണ്ട്, പക്ഷെ ആളിപ്പോൾ ലീവിലേക്കാണ്. അതിൽ മണിക്കര വീഡിയോ എടുക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഈ സ്ഥലത്തിന് എന്താ പേര് പറയാ? ഓക്കെ ഓക്കെ. എനിക്ക് ടയർഡായി ഫ്രണ്ട്സ്, ഞാൻ പകുതി എത്തിയിട്ടില്ലു. പിന്നെ ഫ്രണ്ട്സ്, ഇവിടെ കുറേ യൂട്യൂബേഴ്സ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അവർക്ക് അവിടെ എത്തി, ഞാൻ ഇപ്പോഴും ഇവിടെ എത്തിയിട്ടില്ല ഫ്രണ്ട്സ്. ഞാൻ അപ്പോൾ വീണേന് ഫ്രണ്ട്സ് കണ്ടോ, ആ കാണുന്ന ലങ്കമ്പി കൂടെ എത്ര എന്താ പോവുക. നേരത്തെ നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നെ ഈ ഏട്ടനാണ്. അടിയിൽ ഇതാ ഞങ്ങളുടെ ഗ്രാമപ്രദേശമായുള്ള കിഴക്ക് വശത്തായിട്ടുള്ളത് കുന്നാങ്കല്ല് പ്ലാന്റേഷൻ നടക്കുന്നുള്ള സ്ഥലവും പടിഞ്ഞാറ് വശത്തായിട്ട് അപ്പോൾ റഹ്മാനിക്കര അവിടെ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. ഞാൻ പറയാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊന്നും അറിയില്ല. നമുക്കൊരു സൈഡ് തെക്കട വടക്കേടാണ് പോലും അറിയാത്ത ടീമാണ് നമ്മൾ. അത് കാരണം ഇക്കയാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഇക്ക പറയുമ്പോൾ ഞാൻ വീഡിയോ ഓണാക്കിയിട്ട് ഇതൊക്കെ കേൾക്കുന്നു.